5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. കേരളത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി അതിതീവ്രമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പെയ്ത്ത് മഴയുടെ കണക്കുകൾ അറിയുന്നത് വളരെ കൗതുകകരമായ കാര്യമാണ്. അതായത് കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തെ കണക്കുകൾ എടുത്താൽ പോലും അതിൽ ഇന്നലത്തെയും ഇന്നിപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്ന അതിൻ്റെ കണക്കുകൾ നമുക്ക് ലഭ്യമായിട്ടില്ല. 22/5/2025 മെയ് മാസം 22 മുതൽ 28-ാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ കണക്കൊന്ന് പരിശോധിച്ചാൽ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മഴയാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജൂൺ ജൂലൈ മാസങ്ങളിൽ വരേണ്ട മഴ മെയ് മാസത്തിൽ തന്നെ കയറി വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്? കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ആണോ? എവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത്? ആഗോളതലത്തിലുള്ള പ്രശ്നങ്ങളാണോ? കേരളത്തിൻ്റെ മാത്രം കുഴപ്പമാണോ? ഇതെല്ലാം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇതിൻ്റെ കണക്കുകളുടെ ഒരു വ്യത്യസ്ത രൂപം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. കേരളത്തിൽ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലം 22-ാം തീയതി മുതൽ 28-ാം തീയതി വരെ 52.1 മില്ലിമീറ്റർ മഴ നമുക്ക് ലഭിച്ചാൽ മതി. ശരാശരി കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതാണ് നോർമൽ മഴ. പക്ഷെ നമുക്ക് ലഭിച്ചത് 287.1 എന്ന് പറഞ്ഞാൽ 451% മഴയാണ് നമുക്ക് കൂടുതൽ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ദുരന്തങ്ങളാണ് നമ്മൾ കേരളമാകെ കാണുന്നത്. ഇനി ഓരോ ജില്ലകളെടുത്താൽ ലക്ഷദ്വീപിൻ്റെ കാര്യം കൂടി നമ്മൾ അറിയുന്നത് നല്ലതാണ്. അവിടെ യഥാർത്ഥത്തിൽ കിട്ടേണ്ടിയിരുന്നത് 44.4 74.6 കിട്ടി. ഒരു 68% അവിടെ കൂടുതൽ കിട്ടിയിട്ടുള്ളൂ. അതേസമയം നമുക്ക് 451% ഒരാഴ്ച കൊണ്ട് കൂടിയത്. ഇനി ഓരോ ജില്ലകളുടെയും കണക്കെടുത്താൽ ആലപ്പുഴ ജില്ലയിൽ കിട്ടേണ്ടിയിരുന്നത് അല്ലെങ്കിൽ ശരാശരി കിട്ടിക്കൊണ്ടിരുന്നത് 72.4 മില്ലിമീറ്റർ ആയിരുന്നു. എന്നാൽ ഇപ്രാവശ്യം അത് 183.4 മില്ലിമീറ്റർ ആയിട്ടുണ്ട്. 153% കൂടുതൽ ലഭിച്ചിരിക്കുന്നത്. കണ്ണൂരാണ് റെക്കോർഡ് ഭേദിച്ച് മുന്നോട്ട് പോകുന്നത്. 48.5 മില്ലിമീറ്റർ മഴ മാത്രം കിട്ടേണ്ട ശരാശരി മഴ കിട്ടേണ്ട കണ്ണൂരിൽ 447.8 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 823% മഴയാണ് അവിടെ കൂടുതൽ ലഭിച്ചിരിക്കുന്നത്. അതുപോലെ എറണാകുളത്താണെങ്കിൽ 68.4 ശരാശരി കിട്ടുന്നത്. ഇപ്പോൾ 253.7 271% കൂടുതൽ ലഭിച്ചിട്ടുണ്ട്. ഇടുക്കിയിലാണെങ്കിൽ 54.8 മതിയായിരുന്നു, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ഒരു കണക്ക്. ഇതിപ്പോൾ 315.1 കിട്ടിയിട്ടുണ്ട്. 475% മഴയാണ് ഇടുക്കിയിൽ കൂടുതൽ ലഭിച്ചിരിക്കുന്നത്. കാസർഗോഡാണെങ്കിൽ 54.7 നോർമൽ, അത് ആക്ച്വലായി ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 231.9 324% കൂടുതൽ വന്നിട്ടുണ്ട്. അതുപോലെ കൊല്ലം 53.1 നോർമൽ, അത് 195.4 വന്നിട്ടുണ്ട്. 268% മഴ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. കോട്ടയത്താണെങ്കിൽ 64.9 കിട്ടേണ്ടിയിരുന്നത്, അതേസമയം 254.3 മില്ലിമീറ്റർ മഴ കിട്ടിയിട്ടുണ്ട്. 292% നമുക്ക് കൂടുതൽ കിട്ടിയിരിക്കുകയാണ്. കോഴിക്കോടും മോശമല്ല, ക്രിക്കറ്റിൻ്റെ ഇതൊക്കെ പറയും പോലെ കോഴിക്കോടും വളരെ മോശമല്ല. 65.4 മില്ലിമീറ്റർ ശരാശരിയിൽ നിന്ന് 465.3 മില്ലിമീറ്ററിലേക്ക് ഉയർന്നപ്പോൾ 611% മഴ നമുക്ക് കൂടുതൽ ലഭിച്ചത്. മാഹിയുടെ കണക്ക് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. 52.1% നിന്ന് 488.4% ഉയർന്നപ്പോൾ 837% മഴ അവിടെ ലഭിച്ചിരിക്കുകയാണ് അധികം. ഇനി മലപ്പുറം എടുത്തു കഴിഞ്ഞാൽ 44.4 നോർമൽ, അത് 297.4 ആയിട്ടുണ്ട്. 570 ഇരട്ടിയാണ് ശതമാനമാണ് മഴ നമുക്ക് കൂടുതൽ ലഭിച്ചിരിക്കുന്നത്. പാലക്കാട് എടുത്തു കഴിഞ്ഞാൽ 28.8 അത് 312.8 ആയിട്ടുണ്ട്. 986 അതിൻ്റെ വ്യത്യാസം ശതമാനം. ഇനി പത്തനംതിട്ട എടുത്തു കഴിഞ്ഞാൽ 62 നോർമൽ, 190.5 207% കൂടി. തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ 149 നോർമൽ, 178.3 വന്നിരിക്കുന്നത്. 264% മഴ കൂടുതൽ ലഭിച്ചിട്ടുണ്ട്. തൃശ്ശൂർ എടുത്തു കഴിഞ്ഞാൽ 56 കിട്ടേണ്ടിയിരുന്നത്, 286.1 411% കൂടുതലുണ്ട്. വയനാട് എടുത്തു കഴിഞ്ഞാൽ 31.2 അത് 281 ആയിട്ടുണ്ട്. അപ്പോൾ 801% കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോ സ്ഥലത്തെയും കണക്കുകൾ എടുത്താൽ നമുക്ക് വളരെ രസകരമായ മഴയുടെ കണക്കുകളാണ് വന്നിരിക്കുന്നത്. ഇനി 1-3 അതായത് മാർച്ച് മാസത്തിൽ മാർച്ച് മാസം മുതൽ 3-ാം മാസം മുതൽ ഈ 5-ാം മാസം വരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വേനൽക്കാല മഴയുടെ കണക്കെടുത്താൽ അത് വീണ്ടും നല്ല രസകരമാണ്. നമുക്ക് കേരളം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 90% മഴ നമുക്ക് ഇപ്രാവശ്യം കൂടുതൽ കിട്ടിയിട്ടുണ്ട്. 320.3 കിട്ടുന്നതിന് പകരം
611 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ലക്ഷദ്വീപിലാണെങ്കിൽ 158.1 പകരം 225.2, 42% കൂടുതലുണ്ട്. അതും മറ്റ് ജില്ലകളിൽ എങ്ങനെയാണ് എന്ന് നോക്കുന്നത് നന്നായിരിക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആലപ്പുഴ ജില്ലയിലാണെങ്കിൽ അത് 391.7 കിട്ടേണ്ടടുത്ത് 500 കിട്ടിയിരിക്കുന്നത്. ഈ 3 മാസത്തെ കണക്ക് നോക്കുമ്പോൾ 28% മഴയാണ് നമുക്ക് കൂടുതൽ കിട്ടിയിരിക്കുന്നത്. കണ്ണൂരാകുമ്പോൾ അത് 219.6 കിട്ടേണ്ടടുത്ത് 807.7 കിട്ടി. 268% മഴയാണ് കൂടുതൽ കിട്ടിയിരിക്കുന്നത്. അത് എറണാകുളത്തേക്ക് പോകുമ്പോൾ 366.8 509.4 ആയിട്ടും കൂടി 39% അവിടെ കൂടിയിരിക്കുന്നത്. ഇടുക്കിയിലേക്ക് പോകുമ്പോൾ 400.6 കിട്ടേണ്ടത്, അത് 608 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മില്ലിമീറ്ററിലാണ് ഈ കണക്കുകൾ പറയുന്നത്. അപ്പോൾ 52% കൂടുതൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനി കാസർഗോഡേക്ക് പോകുമ്പോൾ 217.3, അത് 456.7 കിട്ടിയിട്ടുണ്ട്. 110% കാസർഗോഡ് ഈ 3 മാസം കൊണ്ട് മഴ കൂടുതൽ കിട്ടിയിരിക്കുന്നത്. കൊല്ലത്തേക്ക് വരുമ്പോൾ 399.5 614.1 മാറി 54% കൂടുതലിട്ടുണ്ട്. അതേസമയം കോട്ടയത്തേക്ക് വരുമ്പോൾ അത് 91% മാറും. 402.4 നിന്ന് 770.5 മാറുന്നു. തൊട്ടടുത്ത ജില്ലകളിലും ഇത് തന്നെയാണ് സ്ഥിതി. കോഴിക്കോടേക്ക് പോകുമ്പോൾ 298 കിട്ടേണ്ടിയിരുന്ന സ്ഥലത്ത് 787.1, അതായത് 164% കോഴിക്കോട് മാറിയിട്ടുണ്ട്. മാഹിയിലേക്ക് പോകുമ്പോൾ 232 മില്ലിമീറ്റർ കിട്ടേണ്ടിയിരുന്ന സ്ഥലത്ത് 796.2 മില്ലിമീറ്റർ മഴ കിട്ടിക്കഴിഞ്ഞു. മലപ്പുറത്തേക്ക് പോകുമ്പോൾ 270.6 കിട്ടേണ്ടിടത്ത് 552.9 കിട്ടിയിരിക്കുന്നത്. പാലക്കാടിലേക്ക് പോകുമ്പോൾ 224.4 നിന്ന് 552.9 മാറിക്കഴിഞ്ഞു. 146% വർധനവ് വന്നു കഴിഞ്ഞു. പത്തനംതിട്ടയിലേക്ക് പോകുമ്പോൾ 483.1 മില്ലിമീറ്റർ കിട്ടിയാൽ മതി. പക്ഷേ 707.8 മില്ലിമീറ്റർ കിട്ടി. 47% കൂടുതലാണ് കിട്ടിയിരിക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ 346 മില്ലിമീറ്ററാണ് നമുക്ക് കിട്ടേണ്ടത്. അത് 566.4 മില്ലിമീറ്ററിലേക്ക് മാറിയിട്ടുണ്ട്. 64% മഴ കൂടുതൽ പോയിരിക്കുന്നത്. തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ 294.1 നിന്ന് 601.8 മാറി 105 മില്ലിമീറ്റർ ശതമാനം മഴ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. വയനാട്ടിലേക്ക് പോകുമ്പോൾ അത് 231.5 നിന്ന് 498.1 പോകുമ്പോൾ 115% മാറിയിരിക്കുന്നത്. അപ്പോൾ മാർച്ച് മാസം 1 തീയതി മുതൽ കഴിഞ്ഞ 28 വരെ, 2 ദിവസം മുമ്പ് വരെയുള്ള കണക്ക് നോക്കുമ്പോൾ കേരളത്തിൽ 90 ലഭിക്കേണ്ട മഴയുടെ 90% മഴ കൂടുതൽ ലഭിച്ചതിൻ്റെ പ്രശ്നങ്ങളാണ് ഈ കിടന്ന് കാണിക്കുന്നത്. അതുപോലെ തന്നെ 3 ദിവസത്തെ, ഒരാഴ്ചത്തെ കണക്കെടുത്താൽ 451% മഴ കൂടിയിട്ടുണ്ട്. അതുപോലെ അതിനേക്കാളൊക്കെ പ്രധാനം ഇന്നലെയും ഇന്നും നല്ല മഴയുണ്ട്. ഇങ്ങനെയാണ് മെയ് മാസത്തിൽ മഴയെങ്കിൽ വലിയ പ്രതിസന്ധിയായിരിക്കും മുന്നോട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പ്രളയമൊക്കെ വരും എന്നൊരു കണക്കിലേക്ക് പോകുന്നത്. ഈ മഴക്കണക്ക് കൂടി അറിയുന്നത് നല്ലതാണ്. ഈ കണക്കുകൾ കൂടി വച്ചുകൊണ്ട് വേണം നമ്മുടെ ആസൂത്രണവും മറ്റ് പ്രവർത്തനങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങളും എല്ലാം നടക്കേണ്ടത്.